താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് 2008 തുടക്കമിട്ട PM ഭാരതീയ ജൻ ഔഷധി പരിയോജനയുടെ ലക്ഷ്യം. PM-BJP പദ്ധതിയിലൂടെ ഓരോ പൌരനും ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുവാൻ സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ജൻ ഔഷധി കേന്ദ്രത്തിലൂടെ രാജ്യത്ത് കൊണ്ടുവന്നത്. ഒരു റിപ്പോർട്ടിലേക്ക്. ക്രമാതീതമായി മരുന്നുവില ഉയരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമാവുകയാണ്. ഗുണനിലവാരമുള്ളതും വില കുറഞ്ഞതും എന്ന മന്ത്രത്തിലൂടെ ആരോഗ്യ പരിരക്ഷാ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് 2008 തുടക്കമിട്ട പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത്. രാജ്യത്തുടനീളം നിലവിൽ 15,000-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ 180 മടങ്ങ് വർധനവുണ്ടായി. വിൽപ്പനയും 200 മടങ്ങ് വർദ്ധിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ PM-BJP 1,470 കോടി രൂപയുടെ വിൽപ്പന നടത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആകെ ലാഭം ഏകദേശം 100 കോടി രൂപയാണ്. ഈ പദ്ധതിയിലൂടെ പൌരന്മാർക്ക് 30,000 കോടിയുടെ ലാഭമുണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ ഗുണഭോക്താക്കൾ ഏറെയുള്ളതും കേരളത്തിലാണ്. രാജ്യത്തുടനീളം 2027 25,000-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. WHO GMP സർട്ടിഫൈഡ് നിർമ്മാതാക്കൾ മാത്രമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളിലേക്കുള്ള മരുന്ന് നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നത്. NABL അക്രഡിറ്റഡ് ലാബുകളിൽ പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും ഈ മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ എത്തുന്നതും.